സംഖ്യാപുസ്തകം അധ്യായം 1. അവർ മിസ്രയീം ദേശത്തുനിന്നു പുറപ്പെട്ടതിൻ്റെ 2-ാം സംവത്സരം 2-ാം മാസം 1-ാം തീയതി യഹോവ സീനായി മരുഭൂമിയിൽ സമാഗമന കൂടാരത്തിൽ വെച്ച് മോശെയോട് അരുളിച്ചെയ്തത് എന്തെന്നാൽ, നിങ്ങൾ ഇസ്രായേൽ മക്കളിൽ ഗോത്രം ഗോത്രമായും കുടുംബം കുടുംബമായും സകല പുരുഷന്മാരെയും ആളാം പ്രതി പേർ വഴി ചാർത്തി സംഘത്തിൻ്റെ ആകത്തുക എടുക്കണം. നീയും അഹരോനും ഇസ്രായേലിൽ 20 വയസ്സു മുതൽ മേലോട്ട് യുദ്ധത്തിനു പുറപ്പെടുവാൻ പ്രാപ്തിയുള്ള എല്ലാവരെയും ഗണം ഗണമായി എണ്ണണം. ഓരോ ഗോത്രത്തിൽ നിന്നും തൻ്റെ കുടുംബത്തിൽ തലവനായ ഒരുത്തൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കണം. നിങ്ങളോടുകൂടെ നിൽക്കേണ്ടുന്ന പുരുഷന്മാരുടെ പേരാവിത്: രൂബേൻ ഗോത്രത്തിൽ ശെദേയൂരിൻ്റെ മകൻ എലീസൂർ. ശിമെയോൻ ഗോത്രത്തിൽ സുരീഷദായിയുടെ മകൻ ശെലൂമിയേൽ. യഹൂദാ ഗോത്രത്തിൽ അമീനാദാബിൻ്റെ മകൻ നഹശോൻ. ഇസാഖാർ ഗോത്രത്തിൽ സൂവാറിൻ്റെ മകൻ നെഥനയേൽ. സെബൂലോൻ ഗോത്രത്തിൽ ഹോലോൻ്റെ മകൻ ഏലിയാബ്. യോസേഫിൻ്റെ മക്കളിൽ എഫ്രയീം ഗോത്രത്തിൽ അമീഹൂദിൻ്റെ മകൻ എലീശാമ. മനശ്ശെ ഗോത്രത്തിൽ പെദാസൂരിൻ്റെ മകൻ ഗമലിയേൽ. ബെന്യാമീൻ ഗോത്രത്തിൽ ഗിദെയോനിയുടെ മകൻ അബീദാൻ. ദാൻ ഗോത്രത്തിൽ അമ്മീഷദായിയുടെ മകൻ അഹിയേസർ. ആശേർ ഗോത്രത്തിൽ ഒക്രാന്റെ മകൻ പഗീയേൽ. ഗാദ് ഗോത്രത്തിൽ ദെയൂവേലിൻ്റെ മകൻ എലിയാസാഫ്. നഫ്താലി ഗോത്രത്തിൽ ഏനാന്റെ മകൻ അഹീര. ഇവർ സംഘത്തിൽ നിന്ന് വിളിക്കപ്പെട്ടവരും തങ്ങളുടെ പിതൃഗോത്രങ്ങളിൽ പ്രഭുക്കന്മാരും ഇസ്രായേലിൽ സഹസ്രാധിപന്മാരും ആയിരുന്നു. കുറിക്കപ്പെട്ട ഈ പുരുഷന്മാരെ മോശയും അഹരോനും കൂട്ടിക്കൊണ്ടുപോയി. 2-ാം മാസം 1-ാം തീയതി അവർ സർവ്വസഭയെയും വിളിച്ചുകൂട്ടി. അവർ ഗോത്രം ഗോത്രമായും കുടുംബം കുടുംബമായും ആളാം പ്രതി 20 വയസ്സു മുതൽ മേലോട്ട് പേരുപേരായി താന്താങ്ങളുടെ വംശവിവരം അറിയിച്ചു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അവൻ സീനായി മരുഭൂമിയിൽ വെച്ച് അവരുടെ എണ്ണമെടുത്തു. ഇസ്രായേലിൻ്റെ മൂത്ത മകനായ രൂബേൻ്റെ മക്കളുടെ സന്തതികൾ കുലം കുലമായും കുടുംബം കുടുംബമായും ആളാം പ്രതി 20 വയസ്സു മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരുപേരായി രൂബേൻ ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ 46,500 പേർ. ശിമെയോന്റെ മക്കളുടെ സന്തതികളിൽ കുലം കുലമായും കുടുംബം കുടുംബമായും ആളാം പ്രതി 20 വയസ്സു മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരുപേരായി ശിമെയോൻ ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ 59,300 പേർ. ഗാദിന്റെ മക്കളുടെ സന്തതികളിൽ കുലം കുലമായും കുടുംബം കുടുംബമായും 20 വയസ്സു മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരുപേരായി ഗാദ് ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ 45,650 പേർ. യഹൂദയുടെ മക്കളുടെ സന്തതികളിൽ കുലം കുലമായും കുടുംബം കുടുംബമായും 20 വയസ്സു മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരുപേരായി യഹൂദാ ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ 74,600 പേർ. ഇസാഖാറിൻ്റെ മക്കളുടെ സന്തതികളിൽ കുലം കുലമായും കുടുംബം കുടുംബമായും 20 വയസ്സു മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരുപേരായി ഇസാഖാർ ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ 54,400 പേർ. സെബൂലോന്റെ മക്കളുടെ സന്തതികളിൽ കുലം കുലമായും കുടുംബം കുടുംബമായും 20 വയസ്സു മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരുപേരായി സെബൂലോൻ ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ 57,400 പേർ. യോസേഫിന്റെ മക്കളിൽ എഫ്രയീമിന്റെ മക്കളുടെ സന്തതികളിൽ കുലം കുലമായും കുടുംബം കുടുംബമായും 20 വയസ്സു മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരുപേരായി എഫ്രയീം ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ 40,500 പേർ. മനശ്ശെയുടെ മക്കളുടെ സന്തതികളിൽ കുലം കുലമായും കുടുംബം കുടുംബമായും 20 വയസ്സു മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരുപേരായി മനശ്ശെ ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ 32,200 പേർ. ബെന്യാമീൻ്റെ മക്കളുടെ സന്തതികളിൽ കുലം കുലമായും കുടുംബം കുടുംബമായും
20 വയസ്സു മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരുപേരായി. ബെന്യാമീൻ ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ 35,400 പേർ. ദാന്റെ മക്കളുടെ സന്തതികളിൽ കുലം കുലമായും കുടുംബം കുടുംബമായും 20 വയസ്സു മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരുപേരായി. ദാൻ ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ 60,700 പേർ. ആശേരിന്റെ മക്കളുടെ സന്തതികളിൽ കുലം കുലമായും കുടുംബം കുടുംബമായും 20 വയസ്സു മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരുപേരായി. ആശേർ ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ 41,500 പേർ. നഫ്താലിയുടെ മക്കളുടെ സന്തതികളിൽ കുലം കുലമായും കുടുംബം കുടുംബമായും 20 വയസ്സു മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരുപേരായി. നഫ്താലി ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ 53,400 പേർ. മോശയും അഹരോനും ഗോത്രത്തിന് ഒരുവൻ വീതം ഇസ്രായേൽ പ്രഭുക്കന്മാരായ 12 പുരുഷന്മാരും കൂടി എണ്ണമെടുത്തവർ ഇവർ തന്നെ. ഇസ്രായേൽ മക്കളിൽ ഗോത്രം ഗോത്രമായി 20 വയസ്സു മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരുമായി എണ്ണപ്പെട്ടവർ ആകെ 6,03,550 പേർ ആയിരുന്നു. ഇവരുടെ കൂട്ടത്തിൽ ലേവ്യരെ പിതൃഗോത്രമായി എണ്ണിയില്ല. ലേവി ഗോത്രത്തെ മാത്രം എണ്ണരുത്. ഇസ്രായേൽ മക്കളുടെ ഇടയിൽ അവരുടെ സംഖ്യ എടുക്കുകയും അരുത് എന്ന് യഹോവ മോശയോട് കൽപ്പിച്ചിരുന്നു. ലേവ്യരെ സാക്ഷ്യനിവാസത്തിനും അതിൻ്റെ ഉപകരണങ്ങൾക്കും വസ്തുക്കൾക്കും ഒക്കെ വിചാരകന്മാരായി നിയമിക്കണം. അവർ തിരുനിവാസവും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും വഹിക്കണം. അവർ അതിനെ ശുശ്രൂഷ ചെയ്യുകയും തിരുനിവാസത്തിൻ്റെ ചുറ്റും പാളയമടിച്ച് പാർക്കുകയും വേണം. തിരുനിവാസം പുറപ്പെടുമ്പോൾ ലേവ്യർ അത് അഴിച്ചെടുക്കണം. തിരുനിവാസം അടിക്കുമ്പോൾ ലേവ്യർ അത് നിവർത്തേണം. ഒരന്യൻ അടുത്തു വന്നാൽ മരണശിക്ഷ അനുഭവിക്കണം. ഇസ്രായേൽ മക്കൾ ഗണം ഗണമായി ഓരോരുത്തൻ താന്താൻ്റെ പാളയത്തിലും ഓരോരുത്തൻ താന്താൻ്റെ കൊടിക്കരികെയും ഇങ്ങനെ കൂടാരം അടിക്കണം. എന്നാൽ ഇസ്രായേൽ മക്കളുടെ സംഘത്തിന്മേൽ ക്രോധമുണ്ടാകാതിരിക്കേണ്ടതിന് ലേവ്യർ സാക്ഷ്യനിവാസത്തിന് ചുറ്റും പാളയമിറങ്ങണം. ലേവ്യർ സാക്ഷ്യനിവാസത്തിൻ്റെ കാര്യം നോക്കണം എന്ന് യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ എല്ലാം ഇസ്രായേൽ മക്കൾ ചെയ്തു. അതുപോലെ തന്നെ അവർ ചെയ്തു. സംഖ്യാപുസ്തകം അധ്യായം 2. യഹോവ പിന്നെയും മോശയോടും അഹരോനോടും അരുളി ചെയ്തത്: ഇസ്രായേൽ മക്കളിൽ ഓരോരുത്തൻ താന്താൻ്റെ ഗോത്രത്തിൻ്റെ അടയാളത്തോടുകൂടിയ കൊടിക്കരികെ പാളയമിറങ്ങണം. സമാഗമന കൂടാരത്തിനെതിരായി ചുറ്റും അവർ പാളയമിറങ്ങണം. യഹൂദ പാളയത്തിൻ്റെ കൊടിക്കീഴുള്ളവർ ഗണം ഗണമായി കിഴക്ക് സൂര്യോദയത്തിന് നേരെ പാളയമിറങ്ങണം. യഹൂദയുടെ മക്കൾക്ക് അമീനാദാബിന്റെ മകൻ നഹശോൻ പ്രഭു ആയിരിക്കണം. അവന്റെ ഗണം ആകെ 74,600 പേർ. അവന്റെ അരികെ ഇസാഖാർ ഗോത്രം പാളയമിറങ്ങണം. ഇസാഖാറിന്റെ മക്കൾക്ക് സൂവാറിന്റെ മകൻ നെതനയേൽ പ്രഭു ആയിരിക്കണം. അവന്റെ ഗണം ആകെ 54,400 പേർ. പിന്നെ സെബൂലൂൻ ഗോത്രം, സെബൂലൂന്റെ മക്കൾക്ക് ഹേലോന്റെ മകൻ ഏലിയാബ് പ്രഭു ആയിരിക്കണം. അവന്റെ ഗണം ആകെ 57,400 പേർ. യഹൂദ പാളയത്തിലെ ഗണങ്ങളിൽ എണ്ണപ്പെട്ടവർ ആകെ 186,400 പേർ. ഇവർ ആദ്യം പുറപ്പെടണം. രൂബേൻ പാളയത്തിന്റെ കൊടിക്കീഴുള്ളവർ ഗണം ഗണമായി തെക്കുഭാഗത്ത് പാളയമിറങ്ങണം. രൂബേന്റെ മക്കൾക്ക് ഷെദയൂരിന്റെ മകൻ എലീസൂർ പ്രഭു ആയിരിക്കണം. അവന്റെ ഗണം ആകെ 46,500 പേർ. അവന്റെ അരികെ ശിമിയോൻ ഗോത്രം പാളയമിറങ്ങണം. ശിമിയോന്റെ മക്കൾക്ക് സുരീഷദായയുടെ മകൻ ശെലൂമിയേൽ പ്രഭു ആയിരിക്കണം. അവന്റെ ഗണം ആകെ 59,300 പേർ. പിന്നെ ഗാദ് ഗോത്രം, ഗാദിന്റെ മക്കൾക്ക് രയൂവേലിന്റെ മകൻ എലിയാസാഫ് പ്രഭു ആയിരിക്കണം. രൂബേൻ പാളയത്തിലെ ഗണങ്ങളിൽ എണ്ണപ്പെട്ടവർ ആകെ 1,51,450 പേർ. അവർ രണ്ടാമതായി പുറപ്പെടണം. പിന്നെ സമാഗമന കൂടാരം പാളയത്തിന്റെ നടുവിൽ ലേവ്യരുടെ പാളയവുമായി യാത്ര ചെയ്യണം. അവർ പാളയമിറങ്ങുന്നതുപോലെ തന്നെ താന്താങ്ങളുടെ കൊടിക്കരികെ യഥാക്രമം പുറപ്പെടണം.
എഫ്രയീം പാളയത്തിൻ്റെ കൊടിക്കീഴുള്ളവർ ഗണം ഗണമായി പടിഞ്ഞാറേ ഭാഗത്ത് പാളയമിറങ്ങണം. എഫ്രയീമിൻ്റെ മക്കൾക്ക് അമീഹൂദിൻ്റെ മകൻ എലീശാമ പ്രഭുവായിരിക്കണം. അവൻ്റെ ഗണം ആകെ 40,500 പേർ. അവൻ്റെ അരികെ മനശ്ശെ ഗോത്രം പാളയമിറങ്ങണം. മനശ്ശെയുടെ മക്കൾക്ക് പെദാസൂരിൻ്റെ മകൻ ഗമലിയേൽ പ്രഭുവായിരിക്കണം. അവൻ്റെ ഗണം ആകെ 32,200 പേർ. പിന്നെ ബെന്യാമീൻ ഗോത്രം പാളയമിറങ്ങണം. ബെന്യാമീൻ്റെ മക്കൾക്ക് ഗിദെയോനിയുടെ മകൻ അബീദാൻ പ്രഭുവായിരിക്കണം. അവൻ്റെ ഗണം ആകെ 35,400 പേർ. എഫ്രയീം പാളയത്തിലെ ഗണങ്ങളിൽ എണ്ണപ്പെട്ടവർ ആകെ 1,08,100 പേർ. അവർ മൂന്നാമതായി പുറപ്പെടണം. ദാൻ പാളയത്തിൻ്റെ കൊടിക്കീഴുള്ളവർ ഗണം ഗണമായി വടക്കേ ഭാഗത്ത് പാളയമിറങ്ങണം. ദാൻ്റെ മക്കൾക്ക് അമീഷദായിയുടെ മകൻ അഹിയേസർ പ്രഭുവായിരിക്കണം. അവൻ്റെ ഗണം ആകെ 60,700 പേർ. അവൻ്റെ അരികെ ആശേർ ഗോത്രം പാളയമിറങ്ങണം. ആശേരിൻ്റെ മക്കൾക്ക് ഒക്രാൻ്റെ മകൻ പഗീയേൽ പ്രഭുവായിരിക്കണം. അവൻ്റെ ഗണം ആകെ 41,500 പേർ. പിന്നെ നഫ്താലി ഗോത്രം പാളയമിറങ്ങണം. നഫ്താലിയുടെ മക്കൾക്ക് ഏനാൻ്റെ മകൻ അഹീര പ്രഭുവായിരിക്കണം. അവൻ്റെ ഗണം ആകെ 53,400 പേർ. ദാൻ പാളയത്തിലെ ഗണങ്ങളിൽ എണ്ണപ്പെട്ടവർ ആകെ 1,57,600 പേർ. അവർ തങ്ങളുടെ കൊടികളോടുകൂടെ ഒടുവിൽ പുറപ്പെടണം. ഇസ്രായേൽ മക്കളിൽ ഗോത്രം ഗോത്രമായി എണ്ണപ്പെട്ടവർ ഇവർ തന്നെ. പാളയങ്ങളിൽ ഗണം ഗണമായി എണ്ണപ്പെട്ടവർ ആകെ 6,03,550 പേർ ആയിരുന്നു. എന്നാൽ യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കളുടെ കൂട്ടത്തിൽ ലേവ്യരെ എണ്ണിയില്ല. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെയൊക്കെയും ഇസ്രായേൽ മക്കൾ ചെയ്തു. അങ്ങനെ തന്നെ അവർ താന്താങ്ങളുടെ കൊടിക്കരികെ പാളയമിറങ്ങി. അങ്ങനെ തന്നെ അവർ കുടുംബം കുടുംബമായും കുലം കുലമായും പുറപ്പെട്ടു.